Okay, listen here. What fun is our first portion in English? Okay, what fun. So, we are going to start the lesson. Then, here is the surprise for you. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഇന്ന്. നമുക്ക് നോക്കാം അല്ലേ എന്താണെന്ന്. കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടോ മിസ് പറയുന്നത് കേൾക്കാൻ? യെസ്, ഓക്കെ. Then listen here. നമ്മുടെ പോർഷനിൽ ആദ്യമുള്ളത് what fun. It's a conversation between three friends. There are three friends, Sam, Zoya and Jaya. They are very close friends. Okay. അപ്പൊ അവര് പറയുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത് അല്ലേ? Sam, Zoya and Jaya. Then നമുക്ക് നോക്കാം അല്ലേ ആരൊക്കെയാണ് Sam, Zoya and Jaya എന്നുള്ളത്. Okay. Listen here. Can you see this? Can you see this? കാണാൻ പറ്റുന്നുണ്ടോ ഇത്? Yes or no? Yes. Okay, listen. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ ഇതെന്ന് നമുക്ക് നോക്കാം അല്ലേ? Okay. Wait. എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. നമ്മുടെ നെറ്റ് കണക്ഷന്റെ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്നും കൂടെ നോക്കാം. Okay, then take your textbook and listen here. What fun is our first portion. What fun. Okay. Okay. ഇന്ന് ജസ്വലിന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ജസ്വൽ ബിനു അല്ലേ? അപ്പൊ ജസ്വലിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ നമുക്ക് അവനെ വിഷ് ചെയ്യാമല്ലേ? ഹാപ്പി ബർത്ത്ഡേ ജസ്വിൻ. എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. മിസ് എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ. What fun. So Sam, Zoya and Jaya, they are three friends. Okay, what are they? Which are they? Sam, Zoya and Jaya. They are three friends. Then ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എത്തിയിട്ടുണ്ടാവില്ല. മിസ് നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. മിസ് റെഡി ആക്കിയതാണ്. പക്ഷെ എന്താണ് നമ്മുടെ നെറ്റിന്റെ ഇഷ്യൂസ് കാരണമാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. സോ സോറി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ആ പേജും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ ആരും വിഷമിക്കണ്ട. എന്ത് ചെയ്യാം, ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും റെഡി ആക്കാം കേട്ടോ. Okay, don't worry. Then Sam, Zoya and Jaya. Listen, they are three friends. നിങ്ങളെ പോലെ ആരാണ് അവര്? മൂന്ന് കൂട്ടുകാരാണല്ലേ? They are close friends. Sam, Zoya and Jaya. They are in the park. അവർ എവിടെയാണുള്ളത്? They are in the park. അവരൊരു പാർക്കിലാണുള്ളത് അല്ലേ? അവര് എവിടെയാണ്? വീട്ടിലല്ല, ഔട്ട്ഡോർ ഒരു സ്ഥലത്ത് പാർക്കിലാണുള്ളത്. സോ Sam, Zoya and Jaya, they are three close friends. Okay, അവർ മൂന്ന് പേരും നല്ല കൂട്ടുകാരാണ് അല്ലേ? വളരെ ക്ലോസ് ആണ്. അവർ ഒന്നിച്ചാണ് കളിക്കുകയൊക്കെ ചെയ്യാറ്. So they are in the park. So
അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ കോൺവെർസേഷൻ, അവർ എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ. ഹിയർ ഗിവൺ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാം, സോയ ആൻഡ് ജയ. ഓക്കെ, മനസ്സിലായോ ആരാണെന്ന്? സാം ഉണ്ട്. ഹിസ് എ ബോയ് അല്ലേ സാം. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ പിക്ചർ? How many boys and how many girls are there in the picture we can see? ഈ പിക്ചറിൽ നമുക്ക് എത്ര ബോയ്നെയും എത്ര ഗേൾസിനെയും കാണാൻ പറ്റുന്നുണ്ട്? How many boys and how many girls? How many? Show me with your hand. How many boys are there? How many? One boy is there. Who is he? Who is Sam? We know that Sam is a boy. Sam എന്ന് പറയുന്നത് ആരാണ്? ഒരു ബോയ് ആണ് അല്ലെ, പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം. He's a boy, Sam. So one boy is there. He is Sam. And how many girls are there in the picture? How many girls? Two girls are there അല്ലേ. രണ്ട് പെൺകുട്ടികളുണ്ട് അല്ലേ ഇവിടെ. ഒരു ആൺകുട്ടി ഉണ്ട്. സോ രണ്ട് പെൺകുട്ടികളും ഉണ്ട് അല്ലേ. സോ one boy and two girls are there in the picture. They are close friends and they are in the park. അവർ എവിടെയാ ഉള്ളത്? പാർക്കിലാണ് ഉള്ളത്. അവർ എന്തോ കാര്യത്തിന് വേണ്ടി പാർക്കിൽ പോയിട്ടാ ഉള്ളത് അല്ലേ. കളിക്കാൻ പോയതായിരിക്കും അല്ലേ. അവര് മൂന്ന് പേരും കൂടെ കളിക്കാൻ വേണ്ടി എന്തിനോ പാർക്കിലേക്ക് പോയിട്ടുണ്ട്. സോ they are in the park and their conversation is given below. അവരുടെ സംസാരമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ ഓരോ ബോക്സസിൽ അവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ആരാ സംസാരിക്കുന്നേ? ആദ്യം സാം അല്ലേ. സംതിങ് ഈസ് സേയിങ്. സാം എന്തോ പറയുന്നുണ്ട്. ഗിവൺ ഇൻ ദിസ് ബോക്സ്. സാം പറയുന്ന എന്തോ ഒരു കാര്യം ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് എന്ന് നോക്കാം. സോ ലിസൺ. Look at your textbook. Sam say that I have a big sheet of paper. Sam എന്താ പറയുന്നേ? എനിക്കൊരു വലിയ sheet of paper in my hand. എന്റെ കയ്യിൽ എന്തുണ്ട്? നൈജൽ listen here. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ ആരാണ്? വലിയ ആൾക്കാരായി അല്ലേ. കഴിഞ്ഞ വർഷം നമ്മള് UKG ആയിരുന്നു. ഈ വർഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. നന്നായി ശ്രദ്ധിക്കണം. നല്ലപോലെ പഠിക്കാനുണ്ട്. നല്ല മക്കളായിട്ട് എന്ത് ചെയ്യണം? മുഴുവൻ പഠിക്കണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം മുതലേ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കണം. Okay, then listen here. Sam say that in this picture he is Sam. Sam is a boy. Okay, ഈ പിക്ചറിൽ ആരാ ഉള്ളത്? സാം ഉണ്ട്. സാം ഒരു ബോയ് ആണ് അല്ലെ, ഒരു ആൺകുട്ടിയാണ്. And he say that I have a big sheet of paper. Sam എന്ത് പറയുന്നുണ്ട്? I have a big sheet of paper. What does Sam say? Sam പറയുന്ന എന്താണ്? എന്റെ കയ്യിൽ എന്തുണ്ട്? A big sheet of paper in my hand. Big sheet of paper. Do you know that? എന്താണ് സാം പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Big sheet of paper in my hand എന്ന് വെച്ചാൽ എന്താണ്? I have a big sheet of paper. എന്താ അതിന്റെ മീനിങ്? എന്താ സാം പറയുന്നേ? ആർക്കറിയാം? എന്താണ് സാം പറയുന്നത് മോനെ? ആൽബർട്ട്സ്ക്ക് അറിയാം. എന്താ പറയുന്നത്? I have a big sheet of paper എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് മോനെ പറഞ്ഞേ? Big sheet of paper. പേപ്പർ എന്താണ്? നമ്മൾ എഴുതാനും വരക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ അല്ലേ. I have a big sheet of paper. എന്റെ അടുത്ത് എന്തുണ്ട്? ബിഗ് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു വലിയ പേപ്പർ ഉണ്ട് അല്ലേ. ഒരു വലിയ പേപ്പറിന്റെ ഷീറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ സാം പറയാണ്. ഓക്കെ മോനെ ആൽബർട്ട്, ലിസൺ ഹിയർ. നമ്മുടെ സാം പറയാണ് എന്ത്? I have a big sheet of paper. Listen to your text. Look at your textbook. എന്താണ് പറയുന്നത്, എന്താണ് വായിക്കുന്നത് എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. So look at that. I have a big sheet of paper എന്നാ പറയുന്നത് അല്ലേ. I have a big sheet of paper. എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പേപ്പർ ഉണ്ട് അല്ലേ. ബിഗ് ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു വലിയ
ഷീറ്റ് പേപ്പർ ഉണ്ട്. നമ്മുടെ ചാർട്ട് പേപ്പർ ഒക്കെ പോലെയുള്ള ഒരു പേപ്പർ ആരുടെ അടുത്തുണ്ട്? നമ്മുടെ സാമിന്റെ അടുത്തുണ്ട്. So Sam say that I have a big sheet of paper. Ishan, why are you off your video? So I have a big sheet of paper. എന്ന് ആര് പറഞ്ഞു? സാം പറഞ്ഞു അല്ലേ? I have a big sheet of paper. എന്റെ കയ്യില് ഒരു വലിയ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ, എല്ലാരും ഒന്ന് അവിടുന്ന് അതൊന്ന് വായിച്ചു നോക്കിയേ. എന്താണ് സാം പറയുന്നതെന്ന്? Read it. I have a big sheet of paper. Arjun, what are you doing there? Read it in your textbook. I have a big sheet of paper. I have a big sheet of paper. എന്റെ കയ്യിൽ ഒരു വലിയ പേപ്പർ ഉണ്ട് അല്ലേ? I have a big sheet of paper. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. അതിലുള്ളത് എന്താണ്? സാം പറയുന്നത് എന്താണ്? I have a big sheet of paper. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ടെക്സ്റ്റിന്റെ പേജസ് കാണിച്ചു തരാം കേട്ടോ. മിസ് ഇപ്പൊ റെഡി ആക്കിയതാണ്, പക്ഷെ നമ്മുടെ നെറ്റ് കാരണം നമുക്കത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. സോ ലിസൺ, നന്നായി ശ്രദ്ധിച്ചാൽ മതിയേ. I have a big sheet of paper എന്നാ പറയുന്നത് അല്ലെ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാറില്ലേ? എന്റെ കയ്യിൽ അതുണ്ട്, എന്റെ കയ്യിൽ ക്രയോൺസ് ഉണ്ട്, എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എന്റെ കയ്യിൽ ടോയ്സ് ഉണ്ട്. അതുപോലെ ആര് പറയുന്നു? സാം പറയുന്നു അവന്റെ കയ്യില് പാർക്കിൽ പോയപ്പോഴല്ലേ, when they are gone in the park, in his hand a big sheet of paper. അവന്റെ കയ്യിൽ ഒരു വലിയ കഷ്ണം പേപ്പർ ഉണ്ട്. സാം അങ്ങനെ പറഞ്ഞു അല്ലേ? I have a big sheet of paper. Then next, Soya say that. Soya is other girl അല്ലേ? Soya is a girl, friend of Sam. സാമിന്റെ ഫ്രണ്ട് ആണ് ആര്? Soya. So Soya is a girl. She say that I have a box of crayons. എന്റെ കയ്യിൽ എന്തുണ്ട്? A box of crayon. Do you know that crayon? Do you heard about crayon? നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ക്രയോൺ എന്നുള്ളത്. ഓക്കെ, അറിയാം. ക്രയോൺസ് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് അല്ലേ? നമ്മള് കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രയോൺ. സോ സാമിന്റെ കയ്യില് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ സോയയുടെ കയ്യിൽ എന്തുണ്ട്? In her hand a box of crayon. In Soya's hand അല്ലേ? സോയയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു പെട്ടി ക്രയോൺസ് ഉണ്ട് അല്ലെ? ക്രയോൺസിന്റെ ഒരു ബോക്സസ് ഉണ്ട്. സോ then next girl is Jaya. Jaya is other girl, friend of Sam and Soya. സാമിന്റെ സോയയുടെ വേറൊരു ഫ്രണ്ട് ആണ് ആര്? Jaya. I'm already say that they are three close friends. Which are they? Sam, Soya and Jaya. And when they go in the park, Sam say that I have a big sheet of paper. Okay, അവര് പാർക്കിൽ പോയപ്പോ ആരെന്ത് പറഞ്ഞു? സാമു പറഞ്ഞു എന്റെ കയ്യിൽ എന്തുണ്ട്? I have a big sheet of paper in my hand. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ഷീറ്റ് ഓഫ് പേപ്പർ in my hand. Then Soya say that. അത് കേട്ടപ്പോ സോയ എന്ത് പറഞ്ഞു? I have a box of crayons in my hand. I also have a box of crayons in my hand. Okay, മനസ്സിലായോ ഇത്രയും എന്താണ് പറഞ്ഞതെന്ന്? You have any doubt? മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണേ. എന്തെങ്കിലും, നമ്മളിപ്പോ UKG വന്നതേ ഉള്ളൂ അല്ലെ? നമ്മള് കഴിഞ്ഞ വർഷത്തെ പോലെ ചെറിയ കുട്ടികളാണ്. പക്ഷെ എന്താണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാ? മിസ്സിനോട് ചോദിക്കട്ടോ. മിസ് പറയുന്നത് വെറുതെ കേട്ടിരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അഥവാ എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ നിന്ന് കൈ ഉയർത്തിയാൽ മതി. മിസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്താൽ മതി? പഠിച്ചു പോയാൽ മതി. 1-2 മാസം ആവുമ്പോഴേക്കും നമ്മള് റെഡി ആയി വന്നോളൂ. ഓക്കെ, then Sam, Soya and Jaya, they are 3 close friends. ഓക്കെ, അവര് 3 പേരും നല്ല കൂട്ടുകാരാണ്, നിങ്ങളെ പോലെ അല്ലേ? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. വീടിന്റെ അടുത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും, ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ വീട്ടില് ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ ക്ലോസ് ആയിട്ട്. അതുപോലെ they are 3 close friends, Sam, Soya and Jaya. When they are go in the park,
അവര് ഒരു ദിവസം എന്ത് ചെയ്തു? പാർക്കിലേക്ക് പോയി. So Sam say that I have a big sheet of paper in my hand. Then Soya say that I have a box of crayons. Then next girl is Jaya. She is friend of Sam and Soya. അപ്പൊ മൂന്നാമത്തെ ആള് ആരാണ്? ജയ. ജയ പറഞ്ഞു എന്ത്? Oh, let us draw a tree. കളറും ഉണ്ട്, ക്രയോണും ഉണ്ട്, പേപ്പറും ഉണ്ട് അല്ലേ? എന്നാ നമുക്ക് എന്ത് ചെയ്യാം? Oh, let us draw a tree. നമുക്ക് എന്നാൽ ഒരു മരത്തിന്റെ ചിത്രം വരക്കാം എന്ന് പറഞ്ഞു അല്ലേ? എത്ര പേരുണ്ട് നന്നായിട്ട് മരത്തിന്റെ ചിത്രം വരയ്ക്കുന്നവര്? എത്ര പേർക്ക് അറിയാം നന്നായിട്ട് ട്രീ വരയ്ക്കാൻ? കുറെ പേർക്ക് അറിയാമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ട്രീ ഒക്കെ വരയ്ക്കാൻ ഈസി അല്ലേ? ട്രീ വരയ്ക്കാൻ ആൽബർട്ടിനും അറിയാം. ആൽബർട്ട് അറിയാലോ ട്രീ വരയ്ക്കാൻ? അറിയാം അല്ലേ? അറിയില്ല എന്നൊന്നും ആരും പറയണ്ട, എല്ലാവർക്കും എന്ത് ചെയ്യാം? ട്രീന്റെ പിക്ചർ വരയ്ക്കാൻ അറിയാം അല്ലേ? So then there is a big sheet of paper and also crayons. They decided to draw a picture. So Jaya said that, oh, let us draw a tree. എന്നാല് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കാം. Let us draw a tree. അല്ലെ? ഒരു മരം വരക്കാം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പേപ്പറും ഉണ്ട്, ക്രയോണും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് പിക്ചർ വരയ്ക്കും അല്ലെ? അറിയുമെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും വരയ്ക്കും. അപ്പൊ അവരെന്ത് പറഞ്ഞു? നമുക്ക് എന്നാൽ ഒരു ചിത്രം വരച്ചാലോ എന്ന് പറഞ്ഞു. എന്തിന്റെ പിക്ചറാണ്? which picture? They decided to draw it as a tree, picture of a tree. Okay, then they are going to draw the picture of a tree. Okay, അവർ ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. So listen once again. Your first page is What Fun is your portion's name. What Fun is your chapter. What Fun. So Sam, Soya and Jaya, they are three close friends. Okay, അവര് മൂന്ന് പേരും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. Sam, Soya and Jaya. And Sam is a boy, Soya and Jaya are girls അല്ലെ? സാം ഒരു ആൺകുട്ടിയാണ്. എന്താണ്? സോയയും ജയയും എന്താണ്? രണ്ട് പെൺകുട്ടികളുമാണ് അല്ലെ? So when they are go in a park, അവർ ഒരു പാർക്കിൽ പോയി അല്ലെ? പാർക്കിൽ പോയപ്പോ എന്തുണ്ട് നമ്മുടെ സാമിന്റെ കയ്യിൽ? സാം say that I have a big sheet of paper in my hand. എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വലിയ sheet of paper in my hand. Then Soya say that I have a box of crayons in my hand. എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ബോക്സ് ഓഫ് crayons ഉണ്ട് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആര് പറഞ്ഞു? സോയ പറഞ്ഞു അല്ലെ? Then അത് കേട്ടപ്പോ ജയ് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാള് ഒരു ഷീറ്റ് ഓഫ് പേപ്പറും പിന്നെ ഒരാള് ക്രയോണും കൊണ്ടുവന്നാല് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവരോട് എന്ത് പറയും? എന്നാൽ നമുക്കൊരു ചിത്രം വരച്ചാലോ എന്ന് പറയും അല്ലെ? പേപ്പറും ക്രയോണും കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു യൂസ് എന്താണ്? നമുക്ക് വരയ്ക്കാം. ഓക്കെ മക്കളെ, നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ് കേട്ടോ ക്ലാസ് കട്ടായി പോയത്. സോ ലിസൺ ഹിയർ. നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നേ? അവര് മൂന്ന് പേരും അല്ലെ? സാം, സോയ ആൻഡ് ജയ. They are three close friends. When they go in the park, they have an idea to draw a picture. A big sheet of paper in Sam's hand and also a box of crayons in Soya's hand. And then they decided to draw a picture. Which picture? എന്ത് ചിത്രമാണ് അവർ വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത്? It's a picture of a tree. അല്ലെ? മരത്തിന്റെ ചിത്രം വരയ്ക്കാം എന്ന് ആര് പറഞ്ഞു? Jaya. Jaya say that they are going to draw a picture of a tree. Okay, do you understand your first page? If you have any doubt in this page, first page, do you have any doubt? No, is it clear? Very clear. നന്നായിട്ട് മനസ്സിലായോ എന്താണ് അതിൽ പറയുന്നതെന്ന്? Okay, മനസ്സിലായോ? ശ്രീഷ്ണ, listen here. Srishna, what are you doing there? Listen here. Okay. അപ്പൊ എന്താണ് മിസ് പറയുന്നത്? ശ്രദ്ധിക്കണേ.
Adinath, is it clear? Okay. Then മനസ്സിലായല്ലോ അല്ലേ എന്താണ് ആദ്യത്തെ പേജിൽ പറയുന്നതെന്ന്. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇമാജിൻ ചെയ്യാം. വൈഷ്ണവ്, why are you off your video? വൈഷ്ണവ്, ലിസൺ. ഒരു എന്താണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരിക്കലും വീഡിയോ ഓഫ് ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം, ഇഫ് എനി റീസ് ഇൻ ഓൺ യുവർ വീഡിയോ, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ പെർമിഷൻ വാങ്ങിക്കണം അല്ലെ. മിസ് എനിക്ക് എന്റെ വീഡിയോ ഓൺ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് പറയണേ. ഓക്കെ, എന്നിട്ട് മാത്രമേ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാലല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മിസ്സിന് മനസ്സിലാവണ്ടേ. സോ ഇപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ. അപ്പൊ ഇത്രയും നമ്മളിപ്പോ പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് ആവുമ്പോഴേക്കും എന്ത് ചെയ്യാ, ഇന്ന് നമുക്ക് ഒരു പീരീഡ് കൂടി ഉണ്ട്. സോ അതാവുമ്പോഴേക്കും എന്ത് ചെയ്യാ, ഇതൊന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഈ 3 കോളത്തിലുള്ള കോൺവെർസേഷൻസ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവോ എന്നറിയില്ല, നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. സോ കട്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഈ പോർഷൻ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ അല്ലെ. സാം, സോയ and Jaya, they are 3 friends. Then they are in the park. Okay, then Sam say that I have a big sheet of paper in my hand. Then Soya say that I have a box of crayons in my hand. Then Jaya say that let us draw a tree. നമുക്കൊരു മരത്തിന്റെ ചിത്രം വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും, നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ട്, അപ്പൊ അതിൽ വരുമ്പോഴേക്കും ഇതൊന്ന് വായിച്ചു നോക്കുക. വായിക്കാൻ കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. പിന്നെ മിസ് നേരത്തെ പറഞ്ഞ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അത് നമ്മൾ എപ്പോ കാണിക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ മേ ബി കാണിക്കും. ദെൻ ആ ക്ലാസ്സിലും വല്ല നെറ്റ് പ്രോബ്ലം വരികയാണെങ്കിൽ മിസ് എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ ആ വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ. ഒരു സർപ്രൈസ് ആണത്. ദെൻ പുതിയ കുറെ പേരൊക്കെ ഉണ്ട്. മിസ് എല്ലാരെയും പരിചയപ്പെടാം കേട്ടോ. കുറെ പേര് മിസ്സിന്റെ കഴിഞ്ഞ വർഷത്തെ മക്കളാണ്. 4 പുതിയ മക്കളൊക്കെ ഉണ്ട് വന്നിട്ട്. ഗാത്രി ഉണ്ട്, പിന്നെ ആരോ ഒരാള് നമ്പറിൽ കയറിയിട്ടുണ്ട് 5291819773. അവര് എന്ത് ചെയ്യാ, മോള് നമ്പർ മാറ്റിയിട്ട് ഒന്ന് അവിടെ നെയിം കൊടുക്കണേ മോളെ. ഓക്കെ, പിന്നെ കുറെ പേരുണ്ട് കേട്ടോ. മിസ് ഓരോരുത്തരായിട്ട് പറയുന്നില്ല. കുറെ പേരൊക്കെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. പിന്നെ എന്താണ്, നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. കുറെ പേരുണ്ടല്ലേ, ഋതുദേവ്, അഡോൺ, ഷാഹൻ, കുറെ പേരുണ്ട് പുതിയ ആൾക്കാരല്ലേ. നമുക്ക് എല്ലാരെയും പരിചയപ്പെടാം വിശദമായിട്ട്. ഓക്കെ, എന്നാ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലെ. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിനോട് പറയണം കേട്ടോ. മനസ്സിലാകുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിനോട് പറയണം. ഓക്കെ, പേടിയോ ടെൻഷനോ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും നല്ല സ്മാർട്ട് ആണെന്നാണ് ഇതുവരെ എടുത്തിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത്. പുതിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ എന്താണ്, ഭയങ്കര സ്മാർട്ടാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ക്ലാസ്സിലിരിക്കാനൊന്നും മടിയൊന്നുമില്ല, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും, ക്ലാസ്സിലിരിക്കുമ്പോൾ സംസാരിക്കില്ല. ഇതൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, നല്ല മക്കളാണെന്ന്. Okay, then let me wind up and see you in the next class. Okay, bye.